രാവിലെ തന്നെ ബിഗ് ബോസിനകത്ത് അടിപൊട്ടിയിരിക്കുകയാണ്. അടിപൊട്ടിയെന്ന് പറഞ്ഞാൽ അനുമോൾക്കെതിരെ ടാർഗറ്റ് ചെയ്ത് ഓരോരുത്തരിങ്ങനെ നീങ്ങുകയാണ്. രാവിലെ അനുമോൾ കാണിച്ചതിലൊരു മിസ്റ്റേക്ക് പറ്റിയത് ചായയ്ക്ക് പാലിന് പകരം തൈര് എടുത്തൊഴിച്ചു എന്നുള്ളതാണ്. അതേ തുടർന്ന് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ടായി. അതിൽ നിന്ന് ഇത്തിരി അനീഷിന് വേണമെന്ന് പറഞ്ഞ് അനീഷിന് കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മി അവിടെ ഇരുന്നുകൊണ്ട് ആദ്യം പറഞ്ഞു അത് കുടിക്കരുത്, അത് വയറിന് അസുഖം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു. നമുക്കറിയത്തില്ല, നമ്മളെല്ലാം തൈരിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് കഴിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അവസാനം ലക്ഷ്മിയുടെ റിയൽ മെൻറ്റാലിറ്റി എന്താണെന്നുള്ളത് പുറത്തു വന്നു. കാരണം അന്നേരം ലക്ഷ്മി പറയുന്നു അതെല്ലാവർക്കും കൂടെ ഉള്ളതാണ്, അതങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ലക്ഷ്മി ഈ നെവിനും ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോണ്ടിങ് ഉണ്ട്. ഇതിൻ്റെ റീസൺ എനിക്ക് തോന്നുന്നത് നെവിൻ ആഹാരത്തിന് വേണ്ടി പ്രത്യക്ഷത്തിൽ പ്രശ്നം ഉണ്ടാക്കുകയും ലക്ഷ്മി ആഹാരത്തിന് വേണ്ടി പരോക്ഷമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നയാളാണ്. കാരണം ലക്ഷ്മിയെ നമ്മൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഫുഡിനോട് കുറച്ച് കൂടുതൽ ആക്രാന്തം ആൾക്കുണ്ട്. എപ്പോഴും തന്നെ ഫുഡിൻ്റെ കാര്യം ആരെങ്കിലും കഴിഞ്ഞ ദിവസം ആര്യൻ തന്നെ ഒരിത്തിരി അവർ കളയാൻ വെച്ചിരുന്ന ചോറ് ആ ഒരു ടാസ്കിനിടയിൽ അതിനകത്തോട്ട് ഇത്തിരി ചിക്കൻ കറിയും 2 പീസും കണ്ട് ചിക്കനോ മട്ടനോ 2 പീസ് എടുത്തപ്പോഴത്തേക്ക് അത് വന്ന് വായിൽ വെച്ചത് ആര്യൻ ആ പാത്രത്തിലോട്ട് കമന്ന് കിടന്നാണ്. പക്ഷേ അതുപോലും വലിച്ചെടുത്തുകൊണ്ട് പോയി ഒരു കൈ ചോറ് കാണും, ഒരു പിടി അത് പോലും മാറ്റിവെച്ചൊരു ടീമാണ്. ഒരുമാതിരി വൃത്തികെട്ട കളി കളിക്കുക എനിക്കിഷ്ടമല്ല. ലക്ഷ്മിയുടെ ക്യാരക്ടർ ഒട്ടും എനിക്കിഷ്ടമല്ല. കാരണം നമ്മുടെ വീട്ടിൽ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമോ? ചെയ്യത്തില്ല തീർച്ചയായിട്ടും. ഇപ്പം നമ്മളുടെ ഒരു സഹോദരനാണ് ചെയ്തതെങ്കിൽ നമ്മളങ്ങനെ ചെയ്യും. ആ ഒരു മെൻറ്റാലിറ്റിയും കൂടെ വേണ്ടേ ഏത് ഗെയിമാണെന്ന് പറഞ്ഞാലും. ഇവർ ഇപ്പം ഭയങ്കരമായിട്ട് അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നത് ഇവർക്ക് തന്നെ ദോഷമായിട്ട് മാറുമെന്നുള്ളത് ഇവർ ചിന്തിക്കുന്നില്ല. ലക്ഷ്മിക്കാണെങ്കിൽ ഒരു കുന്തവും ഉണ്ടാക്കാൻ അറിയത്തില്ല. ലക്ഷ്മി കിച്ചണിലെന്ന സമയത്ത് നമ്മൾ കണ്ടു എപ്പോഴും ഒന്നിൽ ലെമൺ റൈസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം. ഇതല്ലാതെ ആൾക്ക് വേറൊന്നും അറിയത്തില്ല, ജോലി ചെയ്യാനും മടിയാണ്. അപ്പോൾ ഇത് അങ്ങനെയല്ലാത്ത ഒരാളാണ് അനുവിന് എത്ര സമയം നിന്നാലും വേണ്ടില്ല മറ്റുള്ളവർക്ക് നന്നായിട്ട് ഭക്ഷണം കൊടുക്കണം എന്നുള്ളൊരിതാണ്. അത് ഓരോ പാത്രങ്ങളും നിരത്തി വെച്ചിട്ട് ഒരു പാർഷ്വാലിറ്റി കാണിക്കാതാണ് അനു കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ അവരേറ്റവും കൂടുതൽ അക്ബറും ആര്യനും നെവിൻ പ്രത്യേകിച്ച് നെവിൻ ഈ വീക്ക് പോയാൽ മതി എന്ന് തോന്നുക. കാരണം അത്ര ഇറിറ്റേറ്റീവാണ്. ആ സാബുമാനെയും കൂടെ കുത്തിത്തിരിച്ച് അനുവിനെതിരാക്കി. എനിക്ക് അനുവിനോടാണ് പറയാനുള്ളത്, എന്തിനാ ഇങ്ങനെയുള്ള വറവായി കയറി ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത്? ഇട്ടേച്ച് മാറണം, വേണ്ടവരുണ്ടാക്കട്ടെ, കഴിക്കട്ടെ. അനുവിന് കിച്ചൻ്റെ ചുമതലയുണ്ട്, അനു കയറുക, ഇല്ലെങ്കിൽ കയറാൻ പോകരുത്, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിരിക്കണം. അതാണ് വേണ്ടത്. അല്ലാതെ ഇവരുടെയൊക്കെ വായിൽ എന്തിനാ കയറി ഇറങ്ങുന്നത്? ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. നെവിനാണ് പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും പറയുന്നുണ്ട് എനിക്ക് അവളെ ഇഷ്ടമേ അല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയൊക്കെ പിന്നെ ഊട്ടി ഉറക്കാനൊന്നും നടക്കേണ്ട കാര്യമില്ല. അനുവിൻ്റെ ഫാൻസ് ഉണ്ട്. ഇവരാരെങ്ങനെ എന്നാലും അനുവിന് വോട്ട് കിട്ടും. അനു ടോപ്പ് 5 എന്തായാലും എത്തും. കപ്പടിക്കില്ലോ എന്ന് നമുക്കറിയത്തില്ല, പക്ഷേ ടോപ്പ് 5 അനു ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. എന്തെങ്കിലും ആന്തരിക കളികൾ നടന്നില്ല എങ്കിൽ അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം.